എന്നിട്ട് നാരങ്ങ ഒന്ന് അട്ടിയെടുത്ത് കട്ട് ചെയ്തതാണ്. അതിൽ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഞാൻ എണ്ണ താളിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ലേശം കടുക് പൊട്ടാൻ വേണ്ട. കറിവേപ്പില ആഡ് ചെയ്ത് അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്ത്. വെളുത്തുള്ളിയൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ എരിവ് കുറച്ചാണ് യൂസ് ചെയ്യണത്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ആണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ലേശം മല്ലിപ്പൊടി, കായം, കുറച്ച് കായം പൊടി, ഇതിലേക്ക് നാരങ്ങ, കട്ട് ചെയ്ത് വെച്ചിരുന്ന നാരങ്ങ ആഡ് ചെയ്ത്. ഞാൻ ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്, എങ്കിലും കുറച്ച് ഉപ്പ് ഇതിലോട്ട് നന്നായിട്ട് വശത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കാം. അരപ്പ് ചേർന്ന് വന്നിട്ടുണ്ട്. ഞാൻ എരിവ് കുറച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് നാരങ്ങ പഴകിയാലേ കഴിക്കാനുള്ള ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാൻ പോകുന്നു. ഇതൊന്ന് വെന്ത് അടഞ്ഞ് ചെയ്ത് വയ്ക്കാം. നാരങ്ങ